നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം. തൃശൂർ നഗരത്തിൽ നിന്ന് 22ഓളം കിലോമീറ്റർ മാറി നന്ദിയാറിൻ്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രമാണ് കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രം. കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ക്ഷേത്രത്തിൻ്റെ ഭരണസാരഥ്യം നിർവഹിക്കുന്നത്. നന്ദിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് ഈ ഗ്രാമം നന്ദിപുലം എന്ന പേരിൽ പ്രസിദ്ധമായി. നന്ദിയാർ കുറുമാലിപ്പുഴയായും അറിയപ്പെടുന്നു. പാർവതി സമേതനായ ശ്രീപരമേശ്വരനോടൊപ്പം സർവാഭിഷ്ടവരദായിനിയായ ഭദ്രകാളി ഏകപീഠത്തിൽ കുടികൊള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രമാണ്. ജഗത് പിതാവായ ശ്രീപരമേശ്വരനും മാതാവ് ശ്രീ പാർവതിക്കുമൊപ്പം ലോകമായ ഭദ്രകാളി ഏകപീഠത്തിൽ കുടികൊള്ളുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഈ പ്രതിഷ്ഠയാണ് കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമാക്കുന്നത്. മംഗല്യകാരിണിയും സന്താനദായിനിയുമായി വാണരുളുന്ന ശ്രീ ഭദ്രകാളി തൻ്റെ ഭക്തരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്ന മാതൃസ്വരൂപിണിയായി നന്ദിയാറിലെ ഓളങ്ങളുടെ പാദസേവനമേറ്റ് നന്ദിപുലം ഗ്രാമത്തിൻ്റെ പ്രകാശമായി നിലകൊള്ളുന്നു. മംഗല്യസിദ്ധിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതും സന്താന സൗഭാഗ്യത്തിന് തുലാഭാരവും അഭീഷ്ടസിദ്ധിക്ക് പറനിറയ്ക്കുന്നതും രക്തപുഷ്പാഞ്ജലിയും ദേവിക്ക് ഇഷ്ടവഴിപാടായി നടത്തിവരുന്നു. കുമരഞ്ചിറക്കാവിലമ്മയെ സരസ്വതി, മഹാലക്ഷ്മി എന്നീ ഭാവനയോടെ ദർശിച്ചാരാധിച്ചു പോരുന്ന ഭക്തർ സർവകാല പ്രതിഭകളും സർവശാസ്ത്ര പാരംഗതരും സർവൈശ്വര്യപ്രാപ്തരും സൽചരിതരുമായി ഭവിക്കുന്നു എന്നാണ് അനുഭവം. ശ്രീകോവിലിന് പുറത്ത് പടിഞ്ഞാറ് കോണിൽ സ്വാത്തിക പ്രഭാസമേതനായ ശാസ്താവ്, ഗണപതി എന്നീ പ്രതിഷ്ഠകൾ ഭക്തിപൂർവം ആരാധിച്ചു പോരുന്നു. ചുറ്റമ്പലത്തിനു പുറത്ത് വടക്കു കിഴക്കേ കോണിലായി ബ്രഹ്മരക്ഷസ്, ദുർഗ, രക്തേശ്വരി, മണികണ്ഠാദികൾ എന്നിവർക്ക് പൂജാസ്ഥാനങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. തെക്കുവശത്തുള്ള കീഴ്ക്കാവിൽ ദേവീ ഭക്തരായിരുന്ന മച്ചിങ്ങപ്പണിക്കർ, കോതേങ്കലത്ത് കാരണവർ, പൂർവകോമരം, കല്ലാറ്റുകുറുപ്പ് എന്നിവരുടെയും കീഴ്ക്കാവിന് തെക്ക് ഭാഗത്ത് വിഷ്ണുവായ കരിങ്കുട്ടിച്ചാത്തൻ, നമ്പൂരിച്ചൻ മുതലായ മൂർത്തികളുടെയും പ്രതിഷ്ഠകൾ യഥാവിധി പരിപാലിച്ചു പോരുന്നു. ചുറ്റമ്പലത്തിനു പുറത്ത് കിഴക്കു പടിഞ്ഞാറ് കോണിൽ നാഗരാജാവ്, നാഗയക്ഷി എന്നിവർക്ക് അതീവ ചിട്ടയോടെ ആരാധന ചെയ്തു വരുന്നു. കുമരഞ്ചിറ ഭഗവതി, പയ്യൂർക്കാവ് ഭഗവതി, കോതേങ്കലത്ത് കാരണവർ എന്നിവർ തമ്മിലുള്ള മഹനീയ ബന്ധത്തെ വെളിവാക്കുന്ന സവിശേഷ ചടങ്ങുകളായ പത്താമുദയം, കുംഭഭരണി, ദേശവിളക്ക് എന്നിവ ഭക്തി ആദരപൂർവം ഈ ക്ഷേത്രത്തിൽ ആഘോഷിച്ചു വരുന്നു. 41 ദിവസം കളമെഴുതി മണ്ഡലം പാട്ടുത്സവവും ആചാരനിഷ്ഠയോടെ ആഘോഷിച്ചു വരുന്നു. ദേവപ്രശ്നപ്രകാരം ക്ഷേത്രത്തിന്റെ അടിത്തട്ടിൽ ശ്രീചക്രം കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം 9 ദിവസവും അതിവിശിഷ്ടമായാണ് ആചരിച്ചു പോരുന്നത്. സർവാനുഗ്രഹം ചൊരിഞ്ഞ് മാതൃവത്സലയായി മരുവുന്ന ദേവിക്ക് മനോഹരമായ ആലയം തീർക്കുക എന്നത് ഓരോ ഭക്തന്റെയും കടമ തന്നെയാണ്. സംതൃപ്തയായി ദേവി വാഴുന്നിടത്താണ് ഐശ്വര്യം പൂർണ്ണമാകുന്നത്. ക്ഷേത്രത്തിലെ നിലവിലുള്ള ശ്രീകോവിൽ ജീർണിച്ചു തുടങ്ങിയ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് മനോഹരമായ ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ വേണം എന്ന് തീരുമാനിക്കുകയും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ ക്ഷേത്ര ഉപദേശക സമിതിയും മാതൃസമിതിയും ഭക്തജനങ്ങളും ചേർന്ന് ക്ഷേത്ര പുനരുദ്ധാരണ സമിതി വിഭാവനം ചെയ്യുകയും ഭാരിച്ച ചിലവ് പ്രതീക്ഷിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പ്രശസ്ത ദൈവജ്ഞൻ ശ്രീ പത്മനാഭ ശർമ്മ നടത്തിയ ദൈവഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം തന്ത്രി ത്രിവിക്രമൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം തച്ചുശാസ്ത്ര വിദഗ്ധനായ ശ്രീ പഴങ്ങാപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ രൂപകൽപ്പനയിൽ ശില്പി ശ്രീ പാലക്കാട് ശിവകുമാർ ശ്രീകോവിലിന്റെയും ദിലീപ് കോശേരിയുടെ മേൽനോട്ടത്തിൽ കീഴ്ക്കാവിന്റെയും നിർമ്മാണം ഭംഗിയായി ആരംഭിക്കുകയും ചെയ്തു. പൂർണ്ണമായും കൃഷ്ണശിലയിൽ നിർമ്മിക്കുന്ന ശ്രീകോവിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദൈവഹിതം പോലെ ഭംഗിയായി നടന്നുവരുന്നു. ദേവസ്വം ബോർഡിന്റെ അകമഴിഞ്ഞ സഹകരണത്തോടെ ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹായത്തോടെയും ക്ഷേത്ര ഉപദേശക സമിതിയും പുനരുദ്ധാരണ സമിതിയും മാതൃസമിതിയും കൈമേയ് മറന്നുള്ള പരിശ്രമങ്ങളാൽ ശ്രീകോവിൽ ശുഭകരമായി പൂർത്തീകരിച്ച് ദേവിക്ക് സമർപ്പിക്കുന്നതിനായി ഒരുങ്ങി നിൽക്കുകയാണ്.
ജനുവരി 29 തീയതി രാവിലെ മുതൽ ഫെബ്രുവരി 5 വരെ നടക്കുന്ന സമർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് മനക്കിൽ ത്രിവിക്രമൻ നമ്പൂതിരിയുടെ മേൽനോട്ടത്തിൽ സദസ്യൻ ശ്രീ പഴങ്ങാപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും നേതൃത്വം നൽകും. അന്നേ ദിവസം വൈകിട്ട് സാംസ്കാരിക പരിപാടികളോടെ ഉദ്ഘാടനം നടക്കും. ചടങ്ങിൽ സമൂഹത്തിന്റെ വിവിധ തുറയിലുള്ള പ്രശസ്തരും പ്രഗത്ഭരും പങ്കെടുക്കും. ഫെബ്രുവരി 4 വൈകിട്ട് 7 മണി മുതൽ ബഹുമാന്യരായ ജനപ്രതിനിധികൾ, ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, ആത്മീയ ആചാര്യന്മാർ, സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ എന്നിവർ പങ്കെടുക്കുന്നു. തുടർന്ന് എല്ലാ ദിവസവും തട്ടകത്തെ പ്രമുഖ ഗ്രൂപ്പുകളും വ്യക്തികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും നടക്കും. ഫെബ്രുവരി 3 മകരം 21 തിങ്കളാഴ്ച രേവതി നക്ഷത്രത്തിന്റെ 3-ാം പാദം എടവം രാശി 12:46 മുതൽ 1:45 വരെയുള്ള ശുഭമുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. ഈ അസുലഭ വേളയെ ധന്യമാക്കി ദേവിയുടെ അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രീഭൂതരാകുവാൻ എല്ലാ തട്ടക നിവാസികളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹായ സഹകരണവും അഭ്യർത്ഥിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും കിഴക്കേ കുമരഞ്ചിറ ഭഗവതിയുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.